തമിഴ് നടൻ റോബോ ശങ്കറിന്റെ മരണം ഇതിനോടകം തന്നെ വലിയ വാർത്തയായിട്ടുണ്ട്. 46-ാം വയസ്സിലാണ് ശങ്കറിന്റെ മരണം. വ്യാഴാഴ്ച ടെലിവിഷൻ പരിപാടിയിലൂടെ ചിത്രീകരണത്തിനിടെ നടൻ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. കുടുംബത്തിനും തമിഴ് സിനിമാ ലോകത്തിനും വലിയ നഷ്ടമാണ് ഈ വിയോഗം. കോമഡി വേഷങ്ങളുടെ ജനപ്രീതി നേടിയ റോബോ ശങ്കർ തന്റേതായ സ്ഥാനം സിനിമാ രംഗത്ത് നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ശങ്കറിനെ അലട്ടുന്നുമുണ്ടായിരുന്നു. ഇടക്കാലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ശങ്കർ ആശുപത്രിയിലായിരുന്നു. ആരോഗ്യം മോശമായതിനെ തുടർന്ന് കുറച്ചുകാലം സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് റോബോ ശങ്കർ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. മദ്യപാനത്തെ താൻ അടിമയായിപ്പെട്ടിരുന്നു എന്നാണ് റോബോ ശങ്കർ പറഞ്ഞിരുന്നത്. മദ്യപാനം ആരോഗ്യത്തെ ബാധിച്ചു. ജീവൻ അപകടാവസ്ഥയിലായിരുന്നു. ആരും മദ്യപാനത്തേക്ക് പോകരുതെന്നും റോബോ ശങ്കർ അന്ന് പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് ബാലാജി പ്രഭു സംസാരിക്കുന്നുണ്ട്. നല്ല കലാകാരനാണെങ്കിലും മദ്യപാനിയായിരുന്നു ശങ്കർ. 2 വർഷത്തിനു മുമ്പ് ക്രിട്ടിക്കലായ സാഹചര്യത്തിലായിരുന്നു റോബോ ശങ്കർ. 6 മാസത്തിനു മുകളിൽ വീട്ടിൽ നിന്ന് ചികിത്സയെടുത്തു. ശങ്കർ 120 കിലോ ഭാരമുള്ള ആളായിരുന്നു. പെട്ടെന്ന് മെലിഞ്ഞു. ഫോട്ടോകൾ കണ്ട് എന്തു പറ്റിയെന്ന ചോദ്യങ്ങൾ വന്നു. ട്രീറ്റ്മെന്റ് കൊടുത്ത് ശങ്കർ അന്ന് രക്ഷപ്പെടുത്തിയതിന് വലിയ പങ്ക് ജേർണലിസ്റ്റ് നക്കീരൻ ഗോപാലനാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ഡോക്ടറാണ് റോബോ ശങ്കറിന്റെ കടൽലോകത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തത്. അന്ന് റോബോ ശങ്കറെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് വീണ്ടും ലിവർ ഫെയിലിയർ സംഭവിച്ചെന്ന് റോബോ ശങ്കർ മരിച്ചെന്നും ബാലാജി പ്രഭു ചൂണ്ടിക്കാട്ടി. ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും റോബോ ശങ്കർ അഭിനയ രംഗത്ത് സജീവമാകുന്നതിനാണ് മരണം. വിക്ടറുടെയും കരളിന്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ടെലിവിഷൻ താരം പ്രിയങ്കയാണ് ഭാര്യ. മകൾ ഇന്ദ്രജ സിനിമകളിലും TV പരിപാടികളിലും അഭിനയിക്കുന്നുമുണ്ട്.